ഹലോ. ഹായ് ഡാർലിംഗ്. എനിക്ക് നിന്നെ കാണണം തോന്നുടി. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ? വേണ്ടടാ. ഏയ് ഒരു പ്രാവശ്യടി. വേണ്ട, വരണ്ടടാ. ഒരു പ്രാവശ്യം ഒന്ന് വരട്ടെടി. വേണ്ട. എന്തായാലും നിന്റെ കെട്ടിയൻ അവിടെ ഇല്ലല്ലോ. ഇപ്പോഴാ ഓർത്ത്. നിന്റെ കെട്ടിയൻ എപ്പോഴാ വരിക? അദ്ദേഹം വരാനേ 2 ദിവസം കൂടി ആവുന്ന് ഫോൺ ചെയ്തു പറഞ്ഞു. പിന്നെന്താടി, ഞാൻ വരാം, നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. ശരിയടാ, ഓക്കെ. ആ, എന്താ ഇത്? ഇപ്പോഴല്ലേ ഫോൺ വിളിച്ച് കട്ട് ചെയ്ത്? അപ്പോഴേക്കും വന്നോ? ഒരുപക്ഷെ വീട്ടിന്റെ അടുത്ത് നിന്നായിരിക്കും ഫോൺ ചെയ്തത്. എന്താ സുരേഷേ പറയാതെ വന്നിരിക്കുന്ന? ഞാനിവിടെ അടുത്തൊരു ജോലിക്ക് വേണ്ടി വന്നതാണ്. അങ്ങനെ നിന്നെ കണ്ടിട്ട് പോകാൻ വെച്ച് വന്നതാണ്. ശരി ശരി, അകത്തേക്ക് വാ. വാ, അകത്തിരുന്ന് സംസാരിക്കാം. വാ, വന്നിരിക്ക്. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആ, എല്ലാവർക്കും സുഖം തന്നെയാണ്. ആരാ ഈ സമയത്ത് വന്നിരിക്കുന്ന? ഒരു പക്ഷെ എന്റെ ഭർത്താവായിരിക്കോ വന്നത്? ശരി ശരി, നീ പോയി ഒളിച്ചിരുന്നോ. ആരാന്ന് പോയി നോക്കിട്ട് വരാം. ഓക്കെ, ശരി. പോയി ഒളിക്ക്. ഹായ് ഡാർലിംഗ്. എന്താടാ ഇപ്പോഴല്ലേ വിളിച്ചു വെച്ചത്, അപ്പോഴേക്കും വന്നു? എന്താ പുറത്ത് നിൽക്കുന്ന? അകത്തേക്ക് വാ. അകത്തേക്ക് പോവാൻ വാ. ക്ഷീണിച്ചെന്ന് തോന്നുന്നു. കാപ്പി വേണോ അതേ ചായ വേണോ? ഇതെന്ത് ചോദ്യടി? ഞാനിവിടെ വന്ന് എന്താ കുടിക്കാന്ന് എനിക്കറിയില്ലേ? അറിയാടാ. അയ്യോ, ആരായിരിക്കും അത്? ചിലപ്പോ എന്റെ ഭർത്താവായിരിക്കോ വന്നത്. ഏതായാലും നീ കട്ടിലിന്റെ പിന്നിൽ പോയി ഒളിച്ചോ. ഓക്കെ. നീ ആരാടാ? ഹേയ്, നീ ആരാടാ? പോടാ. നീ പോടാ. അല്ല, നിങ്ങളായിരുന്നോ? 2 ദിവസം ആകുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നിരിക്കുന്നു. എന്തു പറ്റിയെന്നേ? അയ്യോ, ഇന്ന് ഞാൻ കുടുങ്ങും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുഖം തന്നെയല്ലേ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ശരി. നിങ്ങൾ 2 ദിവസവും വരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് വന്നിരിക്കുന്നു. പോയ കാര്യം പെട്ടെന്ന് കഴിഞ്ഞു, അതുകൊണ്ട് വേഗം വന്നു. നീ കൂടെ ഇല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അറിയോ? ശരി, നിങ്ങൾ ആദ്യം ഫ്രഷപ്പ് ആവ്, നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല മോളു, നമുക്കൊന്ന് സന്തോഷമായിട്ട് സംസാരിക്കാന്നേ. അതെങ്ങനെയാന്നേ? എനിക്ക് എങ്ങനെ നിങ്ങളോട് സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റിയ? നമുക്ക് എത്ര കടമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ജോലിക്കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവും. 3 മാസമായിട്ട് വാടക തന്നെ കൊടുത്തിട്ടില്ല. എല്ലാം അവിടെയുണ്ടല്ലോ, അവൻ നോക്കിക്കോളും. പലചരക്ക് കടക്കാരന് 8000 രൂപ ബാക്കിയുണ്ട്. എല്ലാം അവൻ നോക്കിക്കോളും പറഞ്ഞില്ലേ? നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? നിന്നെ പറ്റി പറയുന്നേ? എന്നെയല്ലടാ, നിന്നെയാണ്. നിന്നെയാണോ? ഞാനൊന്നുമല്ല, നിന്നെയാടാ. 3000 രൂപ കറണ്ട് ബില്ല് വേറെ കെട്ടണോന്നേ. എല്ലാം അവൻ നോക്കിക്കോളും. നീ എന്തിനാ വിഷമിക്കുന്നേ? കറണ്ട് ബില്ല് നീ അടയ്ക്കണം. ആ, അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. പച്ചക്കറി കടക്കാരന് 2000 രൂപ കൊടുക്കണെന്നേ. എന്തിനാ നീ ടെൻഷൻ ആവുന്നേ? എല്ലാ കാര്യം അവൻ നോക്കിക്കോളെന്ന് പറഞ്ഞില്ലേ? എടാ, ഞാൻ വന്ന മുതൽ കേട്ടോണ്ടിരിക്കുക. എല്ലാം അവൻ നോക്കിക്കോളും. നീ എന്താ ചെയ്യുന്നത്? എടാ, ആരാടാ നിങ്ങളൊക്കെ? നിങ്ങൾ എങ്ങനെ അകത്തേക്ക് വന്നു? എത്ര നേരം നിങ്ങൾ വന്നിട്ട്? നിൽക്കാൻ പറഞ്ഞില്ലേ? നിങ്ങളുടെ കൈ കിട്ടിയാലേ നിങ്ങളുടെ കാര്യം പോക്കാ. എടാ, നിങ്ങൾക്ക് എവിടെ നിന്നാ വരുന്നത്? എടാ,